കൊരട്ടല ശിവ സംവിധാനം ചെയ്ത് ജൂനിയർ NTR പ്രധാന വേഷത്തിൽ എത്തുന്ന ദേവര പാർട്ട് 1 ചിത്രത്തിലെ രണ്ടാമത്തെ ഗാനം ഓഗസ്റ്റ് 5 പുറത്തിറങ്ങും. റൊമാന്റിക് ഗാനമായിരിക്കും ഇതെന്നാണ് പോസ്റ്റർ സൂചിപ്പിക്കുന്നത്. അനിരുദ്ധ സംഗീതം നൽകുന്ന ഗാനം പ്രേക്ഷകരെ ഏറെ ആകർഷിക്കുമെന്നാണ് പ്രതീക്ഷ. വലിയ ബജറ്റിൽ 2 ഭാഗങ്ങളായാണ് ചിത്രം അണിയറയിൽ ഒരുങ്ങുന്നത്. ചിത്രത്തിന്റെ നേരത്തെ പുറത്തിറങ്ങിയ ഗാനവും പോസ്റ്ററുകളും ഗ്ലിംപ്സ് വീഡിയോയും സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഈ വർഷം സെപ്റ്റംബർ 27-നാണ് ചിത്രം തിയേറ്ററുകളിലെത്തുക. കൊരട്ടല ശിവയും NTRഉം ജനതാ ഗാരേജിന് ശേഷം ഒരുമിക്കുന്ന ചിത്രത്തിൽ ബോളിവുഡ് താരങ്ങളായ ജാൻവി കപൂറും സെയ്ഫ് അലി ഖാനും പ്രധാന വേഷങ്ങളിൽ എത്തുന്നു. ജാൻവിയുടെ ആദ്യ തെലുഗു ചിത്രം കൂടിയാണ് ദേവര. യുവസുധ ആർട്സും NTR ആർട്സും ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രം നന്ദമുരി കല്യാണ റാം ആണ് അവതരിപ്പിക്കുന്നത്. പ്രകാശ് രാജ്, ശ്രീകാന്ത് മേക്ക, ഷൈൻ ടോം ചാക്കോ, നരേൻ തുടങ്ങി ഒട്ടനവധി അഭിനേതാക്കൾ ചിത്രത്തിന്റെ ഭാഗമാകുന്നുണ്ട്. ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രം തെലുഗു, തമിഴ്, കന്നഡ, ഹിന്ദി, മലയാളം ഭാഷകളിലായി പുറത്തിറങ്ങും. ഛായാഗ്രഹണം രത്നവേലു IC, പ്രൊഡക്ഷൻ ഡിസൈനർ സാബു സിറിൽ, എഡിറ്റർ ശ്രീകർ പ്രസാദ്, PRO ആതിര ദിൽജിത്ത്. സോഷ്യൽ മീഡിയയിൽ സെലിബ്രിറ്റികൾക്ക് ആരാധകരും വെറുക്കുന്നവരുമൊക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ നിർഭാഗ്യവശാൽ കൂടുതൽ ആളുകൾക്കും കേൾക്കേണ്ടി വരുന്നത് മോശം കമന്റുകളാണ്. എന്നാൽ ജാൻവി കപൂറിന്റെ കാര്യത്തിൽ ഇത് അല്പം വ്യത്യസ്തമാണ്. ജാൻവിയെക്കുറിച്ച് ധാരാളം നല്ല അഭിപ്രായങ്ങളുണ്ട്. എന്നാൽ ജാൻവി പണം കെടുത്ത് PR വർക്ക് ചെയ്യിക്കുകയാണെന്നാണ് ആരോപണം. ഇത്തരം ആരോപണങ്ങളോട് ജാൻവി പ്രതികരിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ തന്നെ അഭിനന്ദിക്കാനായി ആളുകൾക്ക് പണം നൽകാൻ മാത്രം തന്റെ കയ്യിൽ പണമില്ലെന്നാണ് താരം പ്രതികരിച്ചത്. തനിക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രശംസ ലഭിക്കുമ്പോഴെല്ലാം ആളുകൾ അത് PR സൃഷ്ടിയായി തള്ളിക്കളയുന്നുവെന്നും ജാൻവി പറഞ്ഞു. മുൻപ് ധർമ്മ പ്രൊഡക്ഷൻസിന്റെ ഔദ്യോഗിക യൂട്യൂബ് ചാനലിൽ കരൺ ജോഹറുമായി നടത്തിയ അഭിമുഖത്തിൽ ട്രോൾ ചെയ്യപ്പെടുന്നത് ഒരു പ്രിവിലേജ്ഡ് പ്രോബ്ലം ആണെന്ന് ജാൻവി കപൂർ പറഞ്ഞിരുന്നു. ഈ വർഷം ഒക്ടോബർ 10 പുറത്തിറങ്ങാനിരിക്കുന്ന ദേവരയിലൂടെയാണ് ജാൻവി ദക്ഷിണ സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. സുധാൻഷു സാരിയ സംവിധാനം ചെയ്യുന്ന ഉലജ് ആണ് ജാൻവി കപൂറിന്റെ വരാനിരിക്കുന്ന ചിത്രം.